നിങ്ങൾ ഫോണിൽ ഓഫ് ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ട ചെറിയൊരു സെറ്റിങ്സ്, എന്നാൽ ഒരുപാട് ഉപകാരമുള്ള ഒരു വലിയ സെറ്റിങ്സ് എന്ന് തന്നെ പറയാം. നിങ്ങളൊക്കെ ഫോണിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടാകുമല്ലോ. ഈ ഫേസ്ബുക്കിനൊരു പരിപാടിയുണ്ട്, ഒരു കുരുത്തക്കേട് എന്ന് തന്നെ പറയാം. നമ്മൾ ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അതിൻ്റെ ഒക്കെ ആക്ടിവിറ്റി ഫേസ്ബുക്ക് എടുത്ത് സൂക്ഷിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഫോണിലൊന്ന് റീചാർജ് ചെയ്താൽ അതിൻ്റെ ഹിസ്റ്ററി, ഈ സൺനെസ്റ്റ് പോലത്തെ എടുത്തുനിന്ന് എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് അതിൻ്റെത്, ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് അതിൻ്റെത്, അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അതിൻ്റെ ഒക്കെ ഒരു ഹിസ്റ്ററി ഫേസ്ബുക്ക് എടുത്ത് സൂക്ഷിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആഡ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സംഭവമാണിത്. എന്നാൽ ഇതൊക്കെ നമുക്ക് ഓഫാക്കി വെക്കാം. നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു സംഗതിയും ഫേസ്ബുക്ക് എടുക്കാത്ത രീതിയിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അത് എങ്ങനെ ചെയ്യേണ്ടത്? നമുക്ക് ഫേസ്ബുക്ക് തുറന്നിട്ട് അതിൻ്റെ മേലെ ഈ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഈ സെറ്റിങ്സ് എടുത്താൽ കുറേ താഴെ ഭാഗത്ത്, ഫോണിൻ്റെ കല പോയിക്കില്ല കേട്ടോ, മാറ്റിക്കില്ല, പുതിയ വാങ്ങണം. ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്താൽ റീസെൻ്റ് ആക്ടിവിറ്റി എന്നുള്ള ഇടത്തിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണേ, അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്തൊക്കെ ഉപയോഗിച്ചിക്കോ അതിൻ്റെ ഒക്കെ സൺനെസ്റ്റിൻ്റെ, കുട്ടികൾ ഈ ഫോണെടുത്ത് ഗെയിം കളിക്കുന്നുണ്ട് ബ്ലോക്ക് ബസ്സിൽ, അതിൻ്റെത്, MX പ്ലെയർ, Slaster.com, നമ്മൾ പോയ വെബ്സൈറ്റ്, ഉപയോഗിച്ച ആപ്സ്, ഇതൊക്കെ ഫേസ്ബുക്ക് എടുത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഓഫാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഫേസ്ബുക്ക് എടുത്ത് വെച്ച ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക. അതിന് ഇവിടെ 3 ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഡിസ്കണക്ട് സ്പെസിഫിക് ആക്ടിവിറ്റി എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് തീർത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കണ്ടിന്യൂ കൊടുത്ത് ഡിസ്കണക്ട് ചെയ്യുക, കൺഫേം കൊടുക്കുക, ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം ക്ലിയർ പ്രീവിയസ് ആക്ടിവിറ്റി എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ ചെയ്ത് നമുക്ക് പ്രീവിയസ് മൊത്തം ആക്ടിവിറ്റി ക്ലിയർ ചെയ്യാം. ഇനിയിപ്പോൾ നോക്കിക്കോ, ഇവിടെ റീസെൻ്റ് ആക്ടിവിറ്റി എന്നുള്ള ഭാഗം ക്ലിയർ ആയി, അതിലിപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഉപയോഗിച്ച ഒന്നുമില്ല. ഇനി എന്ത് ചെയ്യുക? ഏറ്റവും താഴെ മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇനി നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു സംഗതിയും ഫേസ്ബുക്ക് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ ഓപ്ഷൻ, ഇവിടെ 2 ഓപ്ഷനാണ് ഉള്ളത്. ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ള ഈ രണ്ടാമത്തെ ഓപ്ഷൻ അതിലേക്ക് മാറ്റിയിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ള ഇതൊന്ന് ഞെക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെ നമ്മളെ എന്തൊക്കെ ഡാറ്റ ഫേസ്ബുക്ക് എടുത്ത് വെച്ചിക്കോ അതൊക്കെ ക്ലിയർ ആവുകയും ചെയ്യും, എല്ലാ ഹിസ്റ്ററിയും ഡിലീറ്റ് ആവുകയും ചെയ്യും. ഇനി അങ്ങോട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒന്നിൻ്റെ ഹിസ്റ്ററി ഫേസ്ബുക്ക് എടുത്ത് വെക്കാണ്ടിരിക്കുകയും ചെയ്യും. സംഭവം തിരിഞ്ഞിക്കാം. അപ്പം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ഇതൊന്ന് ചെയ്ത് വെച്ചേക്ക്, നല്ലതാ. ഉപകാരം തോന്നിയിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഉമ്മക്ക് ഒരു ലൈക്ക് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.